അടുത്തതായിട്ട് ഞാൻ ഇൻസൈറ്റിൻ്റെ ബുള്ളറ്റ് ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് ലിപ്പ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതെൻ്റെ അനിയത്തിയുടെയാണ്. അനിയത്തി ഈ വീഡിയോ കാണുവാണെങ്കിൽ ഈ ലിപ്സ്റ്റിക്ക് അങ്ങ് മറന്നേക്കുക, തരത്തില്ല. അതിനുശേഷം ലോറൽ പാരീസിൻ്റെ ആസ് യൂഷ്വൽ ഉപയോഗിക്കുന്ന ഷെയ്ഡ് വെച്ച് തന്നെ ഞാൻ ബാക്കിയും കൂടെ അങ്ങ് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ മസ്കാരയൊക്കെ ഇട്ട് കണ്ണിൻ്റെ പീലിയൊക്കെ അങ്ങ് വിടർത്തുന്നുണ്ട്. അങ്ങനെ മുഖത്തിൻ്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. ഞാൻ ഈ പച്ച ചുമക്ക് അത് അനിയത്തിയുടെയാണ് ഞാൻ ഇന്ന് ഇടുന്നത്. എല്ലാം ഓസിനാന്നേ. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, നമ്മൾ ഈ ജിമ്മൊക്കെ ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ മുഖത്തൊരു പ്രത്യേക ഐശ്വര്യം വരുന്നത് പോലെ. നിങ്ങൾക്കും തോന്നാറുണ്ടെങ്കിൽ പറയണം കേട്ടോ കമൻറ്റിൽ. അടുത്തതായിട്ട് നമുക്ക് മുടി കെട്ടി കളിക്കാം കേട്ടോ. പല പല ഹെയർ സ്റ്റൈൽസ് ട്രൈ ചെയ്യുമെങ്കിലും എല്ലാ പെൺകുട്ടികളെയും പോലെ അവസാനം ഞാൻ കെട്ടുന്നത് ഒരേ ഒരു ഹെയർ സ്റ്റൈലാണ്. ആസ് യൂഷ്വൽ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ. ഇതാട്ടോ, അയ്യോ ഇതാട്ടോ ഞാൻ എപ്പോഴും സ്ഥിരമായിട്ട് കെട്ടുന്നത്. പിന്നെ കുഴപ്പമില്ല, എപ്പോഴും എവിടെ എന്ത് ഒക്കേഷൻ നമുക്ക് കെട്ടാൻ പറ്റുന്ന ഹെയർ സ്റ്റൈലാണ്ട് പിന്നെ എനിക്കത് മാറ്റേണ്ട ആവശ്യം വന്നിട്ടില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ടോട്ടൽ ഔട്ട്ഫിറ്റ്. ഞാൻ ഈ 2 വള അനിയൻ്റെ എൻഗേജ്മെൻറ്റിന് മേടിച്ച് വെച്ചതാണ്, ഉപകാരം ഉണ്ടായി. അതും കൂടെ വാരിയിട്ട് ഞാൻ അങ്ങനെ വളയോ മാലയോ കമ്മലോ ഒന്നും ഇടുന്ന സ്ത്രീ കൂട്ടങ്ങളിൽ പെടുന്നതല്ല. അപ്പുറത്തെ കയ്യിൽ ഈ ഒരു വളയാട്ടോ ഇടുന്നത്. അങ്ങനെ ഒരുങ്ങി ഞാൻ ഈ കോലത്തിലെത്തി കേട്ടോ. ഞാൻ ഭർത്താവായ ഗോപു കിരൺജീനെയും കൂടെ ഞാൻ സ്വാഗതം ചെയ്യുന്നുണ്ട്. ആൾ എങ്ങനെയോ വന്ന് നിന്നിട്ട് ഫോട്ടോ എടുക്കുന്ന പോലെ. അതെ, ഫോട്ടോ അല്ലേ മിസ്റ്റർ, വീഡിയോ ആണിത്. അങ്ങനെ നിന്നിട്ട് ആൾ പോയി. എന്നാൽ പിന്നെ ഞങ്ങളങ്ങോട്ട് കല്യാണത്തിന് പോട്ടെ. അപ്പോൾ ഓക്കെ, ബായ്.